ഇന്ന് വയോജനത്തിൻ്റെ പക്ഷത്താണ്. അന്ന് അവരല്ലാത്തവർ വയോജനങ്ങളായി കയറ്റും. അപ്പോൾ അതും അറിയാം, വയോജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഗ്രൂപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. സ്വാഭാവികം. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ്, നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണല്ലോ, നമ്മുടെ ഇൻട്രസ്റ്റാണ് എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കാനായിട്ട് ഇത് നോക്കുന്നത്. അപ്പോൾ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റീവായിട്ട് വയോജനങ്ങളെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അത്യാവശ്യമാണ്. കാരണം അവരുടെ പേരിൽ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഫണ്ടും സംവിധാനങ്ങളൊക്കെ വളരെയധികം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു സേ കോൺട്രിബ്യൂട്ട് ചെയ്തു ഇനി അവർ റെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ കോൺട്രിബ്യൂഷൻസ് നമ്മൾ എങ്ങനെ ഫലവത്തായിട്ട് സിസ്റ്റത്തിനകത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ട് നമ്മുടെ സംഘടന സംവിധാനങ്ങളിൽ നമുക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആ ചെറുപ്പക്കാർക്ക് ഐഡിയയില്ല, ഐഡിയേഷനില്ല, ചിന്തയില്ല, താല്പര്യമില്ല, ദേശഭക്തിയില്ല, ഇതെല്ലാം തന്നെ അവർ പോയി ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഒരു തിരിച്ചറിവ് വരേണ്ടത് നമുക്ക് എങ്ങനെയാണ്, നമുക്ക് മനസ്സിലാകാത്ത ഭാഷകൾ നമ്മൾ അന്വേഷിച്ച് ചെന്നേ മതിയാകും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും യൂണിവേഴ്സിറ്റീസുമായിട്ടൊക്കെ തന്നെ ചർച്ച ഇവിടെ നടത്തിയിട്ടുണ്ടാവുക. ആൻഡ് ഉദ്യോഗസ്ഥ സംവിധാനം